പശ്ചിമേഷ്യയിൽ യുദ്ധം അതിന്റെ സകല നിയന്ത്രണങ്ങളും ലംഘിച്ച് മുന്നേറിക്കൊണ്ടിരിക്കെ ലോകത്തെ ആകെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയം പുറപ്പെടുവിച്ച ആ അടിയന്തര സന്ദേശം ഒരു പ്രകമ്പനമായി പടരുകയാണ്. ഓടി രക്ഷപ്പെടും, ഉടനടി രാജ്യം വിടുക എന്ന ഭീതിജനകമായ ഈ ആഹ്വാനം കേവലം ഒരു മുന്നറിയിപ്പല്ല, മറിച്ച് വരാനിരിക്കുന്ന ഒരു മഹാദുരന്തത്തിന്റെ കൃത്യമായ സൂചനയാണെന്ന് നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തുന്നു. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ കഴിയുന്ന തങ്ങളുടെ പൗരന്മാരോട് ലഭ്യമായ വിമാനങ്ങളിലോ മറ്റു മാർഗങ്ങളിലോ എത്രയും വേഗം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനാണ് വാഷിംഗ്ടൺ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ സന്ദേശം പുറത്തു വന്നതോടെ ആഗോളതലത്തിൽ തന്നെ യുദ്ധഭീതി അതിന്റെ പരകോടിയിലെത്തിയിരിക്കുകയാണ്. സാധാരണയായി ഇത്തരമൊരു ലീവ് നൗ നിർദ്ദേശം അമേരിക്ക നൽകാറുള്ളത് ഒരു വലിയ സൈനിക നീക്കത്തിന് തൊട്ടു മുൻപാണ്. നിമിഷങ്ങൾക്കുള്ളിൽ ആകാശം മിസൈലുകൾ കൊണ്ട് നിറയുമെന്നും നഗരങ്ങൾ കത്തിയെരിയുമെന്നും അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA മുൻകൂട്ടി കണ്ടിട്ടുണ്ടാകണം. ഈ വാർത്ത പരന്നതോടെ ലബനനിലെയും ഇറാഖിലെയും സിറിയയിലെയും വിമാനത്താവളങ്ങളിൽ മടങ്ങാൻ വെമ്പുന്ന വിദേശികളുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. തങ്ങളുടെ പൗരന്മാർ യുദ്ധമേഖലയിൽ കുടുങ്ങിപ്പോയാൽ അത് വലിയൊരു രാഷ്ട്രീയ ബാധ്യതയാകുമെന്നറിയാവുന്നതുകൊണ്ടാണ് അമേരിക്ക ഇത്തരമൊരു കടുത്ത തീരുമാനമെടുത്തത്. പശ്ചിമേഷ്യയിൽ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഏത് നിമിഷവും സംഭവിക്കാം എന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഹിസ്ബുള്ളയുടെയും ഹൂത്തികളുടെയും ഭാഗത്തു നിന്നുള്ള പ്രത്യാക്രമണങ്ങൾ ഇസ്രയേലിനെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞു. ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ഇറാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ തകർക്കാൻ ഇസ്രയേൽ തയ്യാറെടുക്കുമ്പോൾ മറുവശത്ത് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഗൾഫ് കടലിടുക്കിൽ അണിനിരന്നു കഴിഞ്ഞു. ഈ ഘട്ടത്തിൽ അമേരിക്കൻ പൗരന്മാർ ആ പ്രദേശങ്ങളിൽ തുടരുന്നത് വലിയ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത്. പ്രത്യേകിച്ചും അമേരിക്കൻ സ്ഥാപനങ്ങൾക്കും എംബസികൾക്കും നേരെ ആക്രമണമുണ്ടാകാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ റൺ 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 ഇമ്മീഡിയറ്റ്ലി എന്ന വാക്കുകൾ വെറുമൊരു അലങ്കാരമല്ല, മറിച്ച് മരണത്തിന്റെ ഗന്ധമുള്ള ഒരു യാഥാർത്ഥ്യമാണ്. മിഡിൽ ഈസ്റ്റിലെ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു ചെറിയ പിഴവ് പോലും വലിയൊരു വിനാശത്തിന് കാരണമാകും. ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുള്ള വ്യോമാക്രമണങ്ങൾ ഏത് നിമിഷവും തുടങ്ങാമെന്ന റിപ്പോർട്ടുകൾ പെന്റഗണിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. ഇതിനു മുൻപും പല യുദ്ധവേളകളിലും അമേരിക്ക ഇത്തരം മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടെങ്കിലും ഇത്തവണത്തെ സന്ദേശത്തിലെ തീവ്രത മുൻപത്തേക്കാൾ കൂടുതലാണ്. ഇത് വരാനിരിക്കുന്ന സംഘർഷത്തിന്റെ വ്യാപ്തി എത്രത്തോളമായിരിക്കും എന്നതിന്റെ സൂചനയാണ്. ലബനനിലെ ബെയ്റൂട്ട് വിമാനത്താവളത്തിൽ നിന്ന് ടിക്കറ്റുകൾ ലഭിക്കാതെ ആയിരക്കണക്കിന് ആളുകളാണ് വലയുന്നത്. പല രാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാരെ മാറ്റാൻ പ്രത്യേക വിമാനങ്ങൾ അയക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ അമേരിക്കയുടെ സന്ദേശം മറ്റുള്ളവരിലും പരിഭ്രാന്തി പടർത്തിയിരിക്കുകയാണ്. വിദേശികൾ കൂട്ടത്തോടെ രാജ്യം വിടുന്നത് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെയും സൈനികരുടെ മനോവീര്യത്തെയും ബാധിക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും പൗരന്മാരുടെ സുരക്ഷയ്ക്കാണ് പ്രഥമ പരിഗണനയെന്ന് ട്രംപ് ഭരണകൂടം ആവർത്തിക്കുന്നു. അമേരിക്കൻ പൗരന്മാർ മടങ്ങണമെന്നാവശ്യപ്പെടുമ്പോൾ തന്നെ ഇസ്രയേലിന് ആവശ്യമായ എല്ലാ സൈനിക സഹായങ്ങളും അമേരിക്ക എത്തിക്കുന്നുമുണ്ട്. ഇതൊരു വൈരുദ്ധ്യമായി തോന്നാമെങ്കിലും വലിയൊരു സൈനിക നീക്കത്തിന് കളമൊരുങ്ങുകയാണ് ഇതിലൂടെ സംഭവിക്കുന്നത്. പശ്ചിമേഷ്യയിലെ പല രാജ്യങ്ങളിലെയും സുരക്ഷാ സംവിധാനങ്ങൾ അതീവ ജാഗ്രതയിലാണ്. ഇറാൻ തങ്ങളുടെ ഭൂഗർഭ മിസൈൽ കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ടെന്ന വാർത്തകൾ കൂടി പുറത്തു വരുന്നതോടെ ആശങ്ക ഇരട്ടിയാവുകയാണ്. യുദ്ധം പടിവാതിൽക്കൽ എത്തിയെന്നതിന്റെ കൃത്യമായ രേഖപ്പെടുത്തലായി ഈ അമേരിക്കൻ മുന്നറിയിപ്പിനെ കാണാം. ഈ പലായനം മേഖലയിലെ സാധാരണ ജനങ്ങൾക്കിടയിൽ വലിയൊരു അനിശ്ചിതത്വം സൃഷ്ടിച്ചിട്ടുണ്ട്. വിദേശികൾ പോയിക്കഴിഞ്ഞാൽ തങ്ങളുടെ അവസ്ഥ എന്താകുമെന്ന് അവിടുത്തെ ജനങ്ങൾ ഭയപ്പെടുന്നു. വൻ ശക്തികൾ തങ്ങളുടെ കരുത്തു തെളിയിക്കാൻ നടത്തുന്ന ഈ നീക്കങ്ങളിൽ ഇരയാകുന്നത് സാധാരണക്കാരാണ്. ഭക്ഷണത്തിനും മരുന്നിനുമായി ജനങ്ങൾ നെട്ടോട്ടമോടുകയാണ്. സൂപ്പർ മാർക്കറ്റുകളിലെ ഷെൽഫുകൾ കാലിയാകുന്നു. പെട്രോൾ പമ്പുകളിൽ കിലോമീറ്ററുകളോളം നീളുന്ന ക്യൂ ആണ് കാണാൻ കഴിയുന്നത്. ഒരു രാജ്യം യുദ്ധത്തിലേക്ക് കൂപ്പുകുത്തുമ്പോൾ അനുഭവപ്പെടുന്ന എല്ലാ ലക്ഷണങ്ങളും അവിടെ പ്രകടമാണ്. വാഷിംഗ്ടണിൽ നിന്നുള്ള ഈ വിറപ്പിക്കുന്ന സന്ദേശം റഷ്യയെയും ചൈനയെയും പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അമേരിക്ക യുദ്ധത്തിന് കോപ്പുകൂട്ടുകയാണെന്ന് അവർ ആരോപിക്കുന്നു. എന്നാൽ തങ്ങളുടെ പൗരന്മാരുടെ ജീവൻ രക്ഷിക്കാനാണ് ഈ മുൻകരുതൽ എന്നാണ് അമേരിക്കയുടെ വാദം. ഈ വാക്പോരുകൾക്കിടയിൽ പശ്ചിമേഷ്യ ഒരു വലിയ ചതിക്കുഴിയായി മാറിക്കഴിഞ്ഞു. വിമാന ടിക്കറ്റുകളുടെ വില 10 ഇരട്ടിയായി വർദ്ധിച്ചതും യാത്രക്കാർക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്.
കപ്പൽ മാർഗവും മറ്റ് അതിർത്തികൾ വഴിയും ആളുകൾ സുരക്ഷിത സ്ഥാനങ്ങൾ തേടി പ്രവഹിക്കുകയാണ്. US എംബസികൾ തങ്ങളുടെ രേഖകൾ നശിപ്പിക്കാൻ തുടങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട്. ഇത് രാജ്യം വിടാനുള്ള അവസാനഘട്ട തയ്യാറെടുപ്പാണ്. തങ്ങളുടെ രഹസ്യങ്ങൾ ശത്രുക്കളുടെ കൈകളിൽ എത്താതിരിക്കാനുള്ള ഈ നീക്കം സംഘർഷം എത്രത്തോളം ഗുരുതരമാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. സമാധാന ചർച്ചകളെല്ലാം വഴിമുട്ടിയ സാഹചര്യത്തിൽ സൈനികമായ ഒരു പരിഹാരത്തിനാണ് അമേരിക്കയും ഇസ്രായേലും ശ്രമിക്കുന്നത്. ഈ വഴിയിൽ തടസ്സമായി നിൽക്കുന്ന എന്തിനേയും തകർക്കാൻ അവർ മടിക്കില്ലെന്ന സന്ദേശം കൂടി ഇതിലൂടെ ലോകത്തിന് ലഭിക്കുന്നു. പശ്ചിമേഷ്യയിലെ ആകാശം ഏത് നിമിഷവും കറുത്തിരള. അവിടെ നിന്ന് ഉയരുന്ന നിലവിളികൾ ലോകത്തിന്റെ ഉറക്കം കെടുത്താം. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ ഉത്തരവ് നടപ്പിലാക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത് ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു കടന്നാക്രമണമായിരിക്കും. ഈ നിമിഷം വരെ സമാധാനത്തിനായി പ്രാർത്ഥിച്ചിരുന്നവർ പോലും ഇപ്പോൾ തങ്ങളുടെ ജീവൻ രക്ഷിക്കാനുള്ള ഓട്ടത്തിലാണ്. പശ്ചിമേഷ്യൻ മണ്ണിൽ നിന്ന് വരുന്നത് ശുഭവാർത്തകളല്ല, മറിച്ച് വിനാശത്തിന്റെ മുഴക്കങ്ങളാണ്. ലോകം ഇപ്പോൾ ഈ നിമിഷത്തിന് സാക്ഷിയായിക്കൊണ്ട് ശ്വാസമടക്കി നിൽക്കുകയാണ്.